നമസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ നമ്മളുടെ പ്രഭാതം ഒന്ന് കാണാനായിട്ട് പോകും. ഇന്നിപ്പം നല്ല തെളിഞ്ഞ ആകാശമാണ് കേട്ടോ. 2-3 ദിവസത്തെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് ശേഷം ഇന്നാണ് ഇത്ര തെളിഞ്ഞിട്ട് ആകാശം കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന ശേഷം വന്നിട്ട് 1-2 പാത്രങ്ങൾ സിങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്. അപ്പോൾ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സിങ്കിൽ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം കഴുകി അങ്ങ് മാറ്റും. അപ്പോൾ രാത്രി ഞാൻ എല്ലാം കഴുകി വെച്ചിട്ട് കിടക്കണതാണ്. പിന്നെ ഇവരെന്തെങ്കിലുമൊക്കെ കുടിക്കാനൊക്കെ എടുത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പോകും. അപ്പം ഞാൻ എന്നിട്ട് പാത്രമൊക്കെ കഴുകിയ ശേഷം ചായക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പാല് തിളയ്ക്കാറാകുമ്പോഴാണ് ഞാൻ തേയില ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പം ചായ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ തേയില വെള്ളം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പാല് ചേർക്കും. ചിലർ പാല് ചേർത്തിട്ട് പിന്നീട് അതിലേക്ക് തേയില വെള്ളം ആഡ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് ചായ ഉണ്ടാക്കണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഇതുപോലെയാണ്. എന്നിട്ട് ഞാൻ ഒരു 2 തിള ഇതുപോലെ തിളപ്പിച്ചിട്ട് ഇതുപോലെ കടുപ്പ് ഇറങ്ങുമ്പം ഈ ചായയൊന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. ഈ ഒരു അടിച്ച ചായ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഉന്മേഷം വരും കേട്ടോ. അപ്പോൾ രാവിലെ ഫ്രഷ് ആവാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിസാറിക്കാക്കും എനിക്കും ഉള്ള ചായ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചായ കുടിച്ച് കഴിയുമ്പം നല്ല ഒരു ഉന്മേഷമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ കുക്കിങ്ങിലേക്ക് പോകുന്നത്. രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കുളിക്കാൻ ഏറ്റവും കൂടുതൽ സമയം അല്ലേ, അതായത് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു സന്തോഷ വാർത്ത. പരീക്ഷ നടത്തും. ഈ പരീക്ഷ നടത്തില്ലെന്നല്ലേ പറഞ്ഞത്? അത് 12ന്റെ പരീക്ഷ നടത്തും എന്നുള്ളതാണ്. യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എനിക്ക് പറയണ്ടേ? കേരള സ്റ്റേറ്റ് CBSE 12ാം ക്ലാസ് പരീക്ഷ നടത്തും. പക്ഷെ അത് ജൂൺ 1-ാം തീയതി ഡിക്ലെയർ ചെയ്തു. ജൂലൈ സെപ്റ്റംബർ കാലം അങ്ങനെയല്ല, ജൂൺ 1-ാം തീയതി പറയും പരീക്ഷ. ജൂൺ ഞാൻ ഇത് ജൂണിന് വിചാരിച്ചോണ്ടിരിക്കണം. ഇതുപോലെ പഠിക്കാൻ സമയം കിട്ടിയ ഒരു പരീക്ഷ. അത് മാത്രല്ല, ഓർക്കണം നമ്മളെ കോവിഡില് വീട്ടിലൊക്കെ ഇരുന്നിട്ടാണ്. അപ്പം അതങ്ങനെ അതാ പറഞ്ഞ പഠിക്കാൻ ഒരുപാട് സമയം ഉണ്ടെന്ന്. പിന്നെ ബാക്കി ഒരു സ്കൂളിൽ പോണവരുടെ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എന്ന് രാവിലെയുള്ള എന്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളതാണ്. ഓരോ ദിവസവും അങ്ങനെ ഒരു ഇതാണ്. ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടമുള്ളല്ലേ ഗോതമ്പ് ദോശ. സുൽത്താൻ 188 പേര് ദിവസം എന്തോ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞുണ്ടാക്കുന്നത്, എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല അതുണ്ടാക്കുക. അപ്പൊ ഇന്നലെ പറഞ്ഞേ ഇവിടെ എന്തുണ്ട് സാധനം? നൂഡിൽസ് ഉണ്ടോ? നൂഡിൽസ് അല്ല, ഞാനല്ല നിങ്ങൾക്ക് കൊണ്ടുപോയി തരാം. എനിക്കെന്തിനു? എനിക്ക് വല്ല ദോശയെല്ലാം മതി. സമയം ഇതുണ്ട്, തക്കാളിയൊക്കെ ഉണ്ട്. ഉണ്ടാ തക്കാളി ഉള്ളത് വെച്ച് ഉണ്ടാക്കാം. ഇവൻ കഴിച്ചില്ലെങ്കിൽ ഇൻസ്ട്രക്ടർ നമ്മളെ ട്രെയിനർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം പോലും അല്ലേ? കറക്റ്റ് ടൈമിന് ഫുഡിന്റെ അത് കഴിക്കുന്ന ടൈമില് ഫോട്ടോ കൊടുക്കണം. അപ്പൊ അവരാണ് തീരുമാനിക്കുന്നത് ഇവൻ എത്തരം ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉള്ളത്. കാരണം അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇന്ന് എനിക്ക് റെസ്റ്റ് അല്ലേ. ഞാൻ സുൽത്താൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ, പക്ഷെ സൽമാൻ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. സൽമാൻ എന്തുണ്ടാക്കി കൊടുത്താലും അവനൊരു പ്രശ്നമില്ല. പക്ഷെ സുൽത്താൻ പുട്ടാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് വൈകുന്നേരം ഉണ്ടാക്കാന്ന് വെച്ചിരുന്നാണ്. ഞാൻ ഇങ്ങനെ ഒരു ട്രയലൊക്കെ നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ചിരിക്കുവായിരുന്നു. ഇപ്പൊ എന്ത് വേണോ? എന്നാ നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സമീയുടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. വെരി സിമ്പിളാണ്, കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വീട്ടിൽ മുട്ടയോ മൈദയോ ഗോതമ്പോ
പിന്നെ തക്കാളിയോ പിന്നെ സവാള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നതാണ്. ഇന്നാണ് സൗകര്യം കിട്ടിയത്. ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ റെസിപ്പി ആയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ കൂടെ വരുന്ന മസാല ഞാൻ എടുക്കുന്നില്ല. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിന്ന് ഡ്രെയിൻ ചെയ്യാം. ഒന്ന് തണുക്കട്ട്. ആ സമയത്ത് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇപ്പം ഞാനൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തിനാണ് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാവിട്ടിട്ട് വെള്ളം ഒഴിക്കുവാണെങ്കിൽ കറങ്ങാൻ പാടായിരിക്കും, ബ്ലേഡിലൊക്കെ അത് പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് മാവ് ഇതിലോട്ട് തട്ടി കൊടുക്കാം. 1 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇത്ര മതിയാവും. നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇതാ ഈ പരുവം മതി. ഞാൻ ടൊമാറ്റോ റൗണ്ടിനാണ് കട്ട് ചെയ്യുന്നത്. സവാള ഇത്രയൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അത് കുറച്ച് അതിൻ്റെ അകത്തൊരു ഇതിന് വേണ്ടി ഇടണമെന്നേ ഉള്ളൂ. ഇത് അത്രയും മതി. ഇത്രയും വേണ്ടി വരില്ല, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം. ഇത് നമുക്ക് ഇതും നമുക്ക് ചെറിയ ഇതായതുകൊണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇടാം. അപ്പോൾ നമുക്കൊരു ബൗൾ എടുത്തിട്ട് 3 മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് ഒറിഗാനോ. ഇത് ഉണ്ടെങ്കിൽ മതി, ഇല്ലാത്തവർ ഇല്ലയെന്ന് വിചാരിച്ച് പേടിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഇത് നല്ല വൃത്തി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് നൂഡിൽസ് കൊണ്ടുവരാം. നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്, അത് തണുത്തിട്ടുണ്ടാകും, അത് കൊണ്ടുവരാം. ഞാനൊരു ചെറിയ പാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ആ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൈഡും നല്ല വൃത്തി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കണം. കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഉള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 1-1.5 മിനിറ്റ് മതി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട്. നമുക്ക് ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ചായിട്ട് അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ സ്ഥലത്തും ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കണം. കണ്ടോ, തീ ഏറ്റവും കുറച്ചേ വെക്കാവൂ. ഇനി നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറച്ചിങ്ങനെ എല്ലായിടത്തും വരത്തക്ക വിധത്തിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇനി നമ്മളെ ഡെക്കറേഷൻ പരിപാടിയാണ്. ഈ ടൊമാറ്റോ ഉണ്ടല്ലോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത്, അത് എഡ്ജിൽ നോക്കി ഇങ്ങനെ റൗണ്ടിന് വെച്ച് കൊടുക്കണം. നിങ്ങളെപ്പോഴും ഉമ്മാക്കല്ലേ ലൈക്ക് കൊടുക്കുന്നത്?
ഇപ്രാവശ്യം വാപ്പ നമ്മള് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യണേ വീഡിയോ. ഇത് കണ്ടോ വെറൈറ്റി കേക്ക് പോലെ ഇരിക്കണ്. ഇപ്പൊ നല്ല കളറും ഉണ്ട്. ഓ ഫ്ലവറാ. ഇഷ്ടപ്പെട്ടോ? ഓ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ വളരെ കുറച്ചേ വെക്കാവൂ. ഈ കളറിന് വേണ്ടി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് ഒറിഗാനോ, അത് ഓപ്ഷനിലാണ്. ഉള്ളവർ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാത്തവർ ഇടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു സാധനമുണ്ട്, ചീസ്. ആ ചീസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം നമ്മളതിൽ ചീസ് ഇല്ലാത്തതുകൊണ്ടാണ് ചീസ് ഇടാത്തത്. എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. എല്ലാം ഒന്ന് ആ മുട്ടയുടെ കൂട്ടുമായിട്ടൊന്ന് പിടിക്കണം. ചീസ് ഇടണം. നിങ്ങൾ ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങൾ ചീസ് ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഫ്രിഡ്ജ് മൊത്തം അരിച്ചപ്പം എനിക്ക് കുറച്ച് ചീസ് കിട്ടി. നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഞാനൊരു കട്ടിയുള്ള പാൻ അടിയിൽ വെക്കുകയാണ്. ചിലപ്പോൾ ഇത് അടിയിൽ പിടിച്ചാലോ എന്ന് പേടിച്ചിട്ട്. ഇത്രയും മതിയാവും, നോക്കാം. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റുകയാണ്. നമ്മുടെ വെറൈറ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾ ഉണ്ടാക്കണം. എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. റിസ്വാൻ പറഞ്ഞത് കേട്ടെന്ന് എല്ലാവരും. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കണ്ടോ, ഈ പാൻ ആയതുകൊണ്ട് എത്രത്തോളം ഇളകി വരുമെന്ന് എനിക്ക് പിടിയില്ല. നോക്കാം. തിരമാല പോലെ ഇരിക്കുന്നല്ലേ. ഇതിങ്ങനെ എടുത്തപ്പോഴേക്ക് തിരമാല വരുന്നത് പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. സക്സസ് നമ്മള് ജഗദീഷ് ശ്രീധരന്റെ ഡയലോഗാണ് ഇതിന്റെ ഇടയിലായി. ഇത് ഡോക്ടർ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അല്ല, അടിപൊളിയായിട്ട് വന്നു. അത് ശരിയാണ്. സർജറി ചെയ്തിട്ട് മറ്റേ ടൂൾസ് ഒക്കെ ഇങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? നോക്കിയേ, അടിപൊളി. ഉണ്ടാ, നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും അടിവശം എങ്ങനെ ആയിരിക്കും. ഉണ്ടാ, ക്ലിയർ അല്ലേ? സൂപ്പർ, പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നൂഡിൽസ് കഴിക്കാത്ത വാപ്പതാ നൂഡിൽസ് ഉണ്ടാക്കി തന്നു. നൂഡിൽസ് ഈ ഐറ്റംസ് അല്ലേ? പക്ഷെ അതില് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക് ഈ നൂഡിൽസ് അറിയുന്നില്ല അല്ലേ? അറിയില്ല. ടേസ്റ്റ് നോക്കി പറ. അതന്നെ. പക്ഷെ ഇത് ന്യൂജമൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. ഈ ചോറൊന്നും ഇഷ്ടപ്പെടാത്ത, നാടൻ പലഹാരമൊന്നും ഇഷ്ടപ്പെടാത്ത. ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പൊട്ടറ്റയും കൂടെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാ കുറച്ചുകൂടി. കുറച്ച് ചിക്കൻ ഇട്ടാലോ? അത് ശരിയാണ് അല്ലേ? ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ അല്ലേ വെറൈറ്റി ഉണ്ടാക്കുന്നത്. നൂഡിൽസ് ഇന്നത്തെ ഞാൻ വരെ കഴിച്ചു പോരെ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് പെർഫെക്റ്റ്. ഓക്കെ അല്ലേ? എന്തായാലും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.